ഗുഡ് ബാഡ് അഗ്ലി എന്താണെന്നറിയോ? ഗുഡ് ബാഡ് അഗ്ലി നമ്മുടെ അജിത്തിന്റെ, നമ്മുടെ AK-യുടെ പുത്തൻ ചിത്രത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ പേരാണ് ഗുഡ് ബാഡ് അഗ്ലി. ആദിക് രവിചന്ദ്രന്റെ പുത്തൻ സംവിധാനത്തിലൂടെ വരുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. അപ്പൊ അതിന്റെ ടീസർ നമുക്കൊന്ന് കാണാം. ഗുഡ് ബാഡ് അഗ്ലി പേരെന്തായാലും കിടിലുണ്ട്. ஒரு ரெட் டிராகன் அவன் போட்ட ரூல்ஸ അവനെ ബ്രേക്ക് பண்ணிட்டு വന്നിருக்கானோ. തോക്കൊക്കെ പിടിച്ച് നിക്കണം നിപ്പണ്ട. അടിപൊളി സംഭവം കിടിലായുണ്ട്, സൂപ്പറായുണ്ട്. AK உச்சிலையே முடிச்சிருவான். நாம எவ்வளவுதான் குட்டா இருந்தாலும் இந்த உலகம் நம்மள பேட் ஆக்குது. വേണ്ട ഈ ലുക്ക് നോക്കി, ഒരു ബില്ല മങ്കാത്തൊക്കെ വൈബ് പിടിച്ചാണല്ലേ, ബില്ല മങ്കാത്തെ വൈബ് പിടിച്ചാണ്ട് ഈ ലുക്ക്. എന്തായാലും കിടിലൻ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി, അതിനപ്പുറം വേറെ ബാക്കിയില്ല. 1.5 ഐറ്റം ആയിട്ടാണ് പുള്ളിക്കാരന്റെ വരവ്. ബാക്കി കാണാട്ടെ നമുക്ക്. வாழ்க்கையில் என்னெல்லாம் பண்ணக்கூடாதோ சில சமயங்கள் அதெல்லாம் பண்ணணும் பேபி. ഇത് കണ്ട ആ ഡാർക്ക് എന്ന് എഴുതിയാണ് എന്റെ ആ എന്താ പറയാ DR അങ്ങോട്ട് പോയിട്ട് AK വന്നതാണ്. അജിത് കുമാർ തലയുടെ വിളയാട്ടമാണ്. തീ സാധനം പോലെ തീ സാധനം, കാണാൻ കാത്തിരുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും ഈ പടം ഗുഡ് ബാഡ് അഗ്ലി. My darlings, missed you all. ഏപ്രിൽ 10 ശംഭോ, ഏപ്രിൽ 10 മമ്മൂട്ടിയുടെ ബസൂക്ക വരുന്നത്. അപ്പൊ മമ്മൂക്കയുടെ ബസൂക്കം വരുമ്പോ ഈ ചിത്രം കൂടി ആകുമ്പോ വമ്പൻ ഒരു പോരാട്ടം ഒരിക്കലും തിയേറ്ററിൽ എന്തായാലും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും കേരളത്തിന്റെ ഒരു കത്തലുണ്ടാവും തിയേറ്ററിൽ. ബസൂക്ക ഏപ്രിൽ 10 അപ്പൊ ഈ ചിത്രവും ഏപ്രിൽ 10 ഗുഡ് ബാഡ് അഗ്ലി. എന്താല്ലേ നമ്മളെ വിടാമുയർച്ചയിൽ ഇത്ര ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ ഇതാണ്ടാ ഈ ചിത്രം ആ ഒരു പേരിനെയൊക്കെ മാറ്റിക്കൊണ്ട് കടന്നു വരികയാണ്. അജിത്തും തൃഷയും കൂടി. തൃഷ എന്തായാലും ഈ ടീസറിൽ കണ്ടില്ല നമ്മള്. അപ്പൊ അജിത്തും തൃഷയും കൂടി ഒന്നിക്കുന്ന ഒരു വമ്പൻ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഈ ആദിക് രവിചന്ദ്രന്റെ മറ്റേ പടം ഉണ്ടല്ലോ, മാർക്ക് ആന്റണി. ആ മാർക്ക് ആന്റണിയിൽ അത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് വേറെയാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് മാർക്ക് ആന്റണിയിൽ അദ്ദേഹം ചെയ്തു വെച്ചത്. അപ്പൊ എന്തായാലും ഈ ചിത്രത്തിൽ ആദിക് രവിചന്ദ്രൻ പ്രധാനമായിട്ട് നമ്മുടെ അജിത്തിന്റെ തലയുടെ ഒരു വമ്പൻ ഫാനാണ്. അപ്പൊ അറിയാലോ, അപ്പൊ പുള്ളിക്കാരന്റെ മനസ്സിലൊരു കഥ ഉണ്ടാവും. മനസ്സിലുള്ള കഥ കൃത്യമായ രീതിയിൽ പുള്ളി ഈ സിനിമയിലൂടെ നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ച് തരുമെന്നുള്ള ഉറപ്പായിട്ടാണ് ഈ ടീസർ വന്നത്. ടീസർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരുടെയും മനസ്സങ്ങോട്ട് കിടന്ന് വെമ്പിക്കൊണ്ടിരിക്കും. ഒന്ന് കാണണം ഗുഡ് ബാഡ് അഗ്ലി. എന്തായാലും വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തീ വൈബ്. ഇതിനപ്പുറം വേറെ വൈബ് പറയാനില്ല അല്ലേ? എന്തല്ല എന്തുട്ടത് അടിപൊളി സംഭവമായുണ്ട്. എന്തായാലും അജിത്തിന്റെ വരവ് എന്തായാലും കിട്ടിലോസ്കി ആയിരിക്കും. വിടാമുയർച്ചിനൊക്കെ അങ്ങോട്ട് നീങ്ങിക്കും. വിടാമുയർച്ചി ഞാനൊന്നും കടന്നു വരട്ടെ എന്ന് പറഞ്ഞൊരു വരവായി പോയുണ്ട്. കിഡിലോസ്കി പേരും കിടിലനായിപ്പോയി. എനിക്ക് പേരെന്തായാലും ഇഷ്ടമായി. അടിപൊളി പേര്. ആ ഒരു പേരിന്റെ ലുക്ക്, എഴുതിയേക്കണ സ്റ്റൈല് പോലും ഒരു വമ്പൻ സ്റ്റൈലാണ്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ, അതിനപ്പുറമില്ല, തീ തന്നെ. എന്തായാലും സ്ക്രീൻ പ്രസൻസ് ആയുണ്ട്, അടിപൊളിയായുണ്ട്. ബസൂക്കയും നമ്മുടെ ഈ ഗുഡ് ബാഡ് അഗ്ലിയും കൂടി കൊമ്പ് കോർക്കുമ്പോ ആർക്കാണ് വിജയം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? കാത്തിരിക്കുന്നു ഏപ്രിൽ 10. അപ്പൊ കാണാം. ഗുഡ് ബാഡ് അഗ്ലി അടിപൊളിയായിട്ട്, ടീസർ സൂപ്പറായുണ്ട്. അപ്പൊ ഓക്കെ എന്നാ ടാറ്റ ബൈ.